കണ്ണൂർ ചെറുവാഞ്ചേരിയിൽ കുട്ടിയുടെ കളിപ്പാട്ടത്തിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ ടോയ് കാറിന്റെ അടിയിലായിരുന്നു ഈ രാജവെമ്പാല ഉണ്ടായത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വാർത്ത. കുട്ടിയുടെ കളിപ്പാട്ടത്തിൽ നിന്ന് രാജവെമ്പാലയൊക്കെ പിടികൂടുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം അവിടെ? പ്രജിൻ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ചെറുവാഞ്ചേരി സ്വദേശിയായിട്ടുള്ള ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നാണ് ഈ രാജവെമ്പാലയെ പിടികൂടിയത്. രാത്രി ശബ്ദം കേട്ടതിനെ തുടർന്നാണ് ഇവർ വീട്ടുകാർ വന്ന് നോക്കുന്നത്. അതിനിടെ അവിടെ ഉണ്ടായിരുന്ന കളിപ്പാട്ടത്തിന് അടിയിലായിരുന്നു ഈ പാമ്പുണ്ടായിരുന്നത്. ഉടൻ തന്നെ വനംവകുപ്പ് അധികൃതരെ ഈ സംബന്ധിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ വനംവകുപ്പിന്റെ റെസ്ക്യൂ ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ള സംഘം അവിടെ എത്തി ഈ രാജവെമ്പാലയെ പിടികൂടി കൊണ്ടുപോവുകയും ചെയ്തു. പ്രജൻ, എന്തായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങളാണ്. നമുക്കറിയാം, ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ വീടുകളിലും അതോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലും അടച്ചിട്ട സാധനങ്ങളിലൊക്കെ ഇത്തരത്തിൽ വിഷപ്പാമ്പുകൾ തന്നെ അത്തരത്തിൽ കയറിയിരിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ പല വാർത്തകൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരം കാഴ്ചകൾ നിരവധിയായി മഴക്കാലത്ത് പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇത് അല്പം കൂടി നമ്മൾ നോക്കണം. വലിയ പാമ്പാണ്. അവിടുന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 8 അടിയോളം ഇതിന് നീളമുണ്ട് എന്നതാണ് പറയുന്നത്. പാമ്പിന് നീളമുണ്ട് എന്നതാണ് പറയുന്നത്. അത്ര വലിയ വിഷപ്പാമ്പാണ് ഈ കുട്ടികൾ കളിക്കുന്ന ഈ കളിപ്പാട്ടത്തിനടിയിൽ അവിടെ പതുങ്ങിയിരുന്നത് എന്നതാണ്. പെട്ടെന്ന് അത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മറ്റ് വലിയ അപകടങ്ങളിലേക്ക് പോയില്ല എന്ന് മാത്രമാണ്. പക്ഷേ ആ വീട്ടുകാർക്ക് വലിയ നടുക്കം ആ സംഭവത്തെ സംബന്ധിച്ചുണ്ടായി. അതൊരു മരമേഖലയായി നമുക്ക് പറയാൻ കഴിയില്ല. അതിന് തൊട്ടടുത്ത് വനമൊന്നുമില്ല. പക്ഷേ ഒരു കണ്ണവം വനമേഖലയുടെ സമീപമുള്ളൊരു പ്രദേശമാണ് എന്ന് അവിടെയുള്ളവർ പ്രദേശവാസികൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനു മുമ്പൊന്നും ഇത്തരത്തിൽ വലിയ പാമ്പുകളൊന്നും ആ പ്രദേശത്ത് ഈ രീതിയിൽ വീടുകളൊന്നും കയറിയ അനുഭവം ആ പ്രദേശവാസികൾക്ക് ആർക്കും തന്നെ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു നടുക്കം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മൾ പൊതുവായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിൽ ജാഗ്രത പാലിക്കേണ്ട കാര്യമുണ്ട്. പൊതുജനങ്ങൾ പ്രത്യേകിച്ച് ഈ അടച്ചിട്ട സാധനങ്ങൾ, അതോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നമ്മൾ ഈ ഷൂവിൽ പോലും, അതായത് നമ്മൾ ഇതായി ഉപയോഗിക്കുന്ന ഷൂവിൽ പോലും ഈ ചെറിയ പാമ്പുകളൊക്കെ കയറി നിൽക്കുന്ന സംഭവങ്ങൾ ഇവിടെ തന്നെ കണ്ണൂരിൽ തന്നെ പലയിടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾ പൊതുവായി പാലിക്കേണ്ട ചില ജാഗ്രതകൾ ഉണ്ട് എന്നത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നനവ് ഉള്ള ഈ പ്രദേശങ്ങൾ, അതിനോട് ചേർന്നിട്ടുള്ള വീടുകളിലൊക്കെ പാമ്പുകൾ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ രീതിയിലുള്ള ജാഗ്രത പൊതുജനങ്ങളാകെ അത് പാലിക്കണം എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് നടക്കുന്ന സംഭവമാണ്. മറ്റ് അപകടങ്ങളൊന്നുമില്ല എന്നത് ആശ്വാസകരമാണ്.